KCBC പരസ്യമായി PC ജോർജിനെ പിന്തുണച്ചതോടെ LDF, UDF, കോൺഗ്രസ്, CPM നേതാക്കൾ പിൻവലിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിന്റെ പുറത്ത് ജോർജിനെ ജയിലിലടക്കാൻ ശ്രമിച്ചാൽ, ജോർജിന്റെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിയാവുമെന്ന് അവർ കരുതുന്നു. ഇവർ മാത്രമല്ല, ഈ വിഷയത്തിന്റെ ചുവട് പിടിച്ച് ജോർജിനെ ജയിലിലാക്കാൻ വേണ്ടി, ജാമ്യം റദ്ദാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ SDPIയും ഇസ്ലാമിക മൗലികവാദ ശക്തികളും പതിയെ പിന്തിരിഞ്ഞിരിക്കുന്നു. ലവ് ജിഹാദ് ഒരിക്കൽ കൂടി ചർച്ചയാക്കാൻ ജോർജിനെ ജയിലിലടച്ചാൽ ലവ് ജിഹാദ് എന്ന വിഷയം ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്നും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ പിടിച്ചാൽ കിട്ടില്ലെന്നും അത് വീണ്ടും വിനയാകുമെന്നും ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടെ ജോർജിനെ കൊടുക്കാനുള്ള ശ്രമത്തിൽ നിന്നും SDPI പതിയെ പിന്മാറുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തന്നെ പിന്തുണച്ച സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ആരോപണം ആവർത്തിച്ച് ജോർജ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. വാസ്തവത്തിൽ സഭ നടത്തിയ ഇടപെടൽ ജോർജിന് വലിയ ബൂസ്റ്റാണ് നൽകിയിരിക്കുന്നത്. ജോർജിനെ പൂട്ടാൻ, ജാമ്യം റദ്ദാക്കാൻ രംഗത്തിറങ്ങിയ മുൻ പോപ്പുലർ ഫ്രണ്ടുകാർക്ക്, SDPIക്കാർക്ക് പിൻവലിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ജോർജിലൂടെ ലവ് ജിഹാദ് ഒരിക്കൽ കൂടി ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയായതോടെ അതൊരിക്കലും ചർച്ചയാവരുതേ എന്ന് ആഗ്രഹിക്കുകയും ലവ് ജിഹാദ് എന്ന് പറയുന്നവരെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഛിദ്രശക്തികൾ പതിയെ പിന്മാറിയിരിക്കുന്നു.